ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അതായത് എത്ര പൂക്കാത്ത ഓർക്കിഡും എത്ര പൂക്കാത്ത റോസും എല്ലാ ചെടികൾക്കും, എല്ലാ പൂക്കുന്ന ചെടികൾക്കും കായ്ക്കുന്ന ചെടികൾക്കും പച്ചക്കറികളും ഒക്കെ പെട്ടെന്ന് കായ്പ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫെർട്ടിലൈസറാണ്. അത് നമ്മൾ വേസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ ഇത് വേസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് കാണും എന്ത് വേസ്റ്റ് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇത് മീനിൻ്റെ വേസ്റ്റാണ് വേണ്ടത്. ഏറ്റവും നല്ല മീനെന്ന് പറഞ്ഞാൽ മത്തിയാണ്. മത്തി അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയുന്ന മീനിൻ്റെ വേസ്റ്റാണ് ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് വേണ്ടിയത്. നിങ്ങൾ മത്തിയുടെ തലയും അതുപോലുള്ള എല്ലാ വേസ്റ്റും എടുക്കുക. മറ്റു മീനുകൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മറ്റു മീനുകളും ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് ഈ മത്തി എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മത്തിയും അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി വേണം, അതായത് ശർക്കര പൊടിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ മത്തി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ശർക്കരയും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുത്താൽ മതി ശർക്കര. ഓക്കെ, അന്നേരം ഈ വളം നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ചെടികളുടെയൊക്കെ റൂട്ട്, അതായത് വേര് നല്ലതുപോലെ ഫോം ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി റോസിനൊന്നും വേരേ വരത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലോട്ടും വലുതായിട്ട് ഇലകളും പൂക്കളും ഒന്നും വരത്തില്ല. പക്ഷേങ്കിൽ ചെടികൾക്ക് നല്ലൊരു റൂട്ട് സിസ്റ്റം കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് നല്ലതുപോലെ വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വളം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല എയർ ടൈറ്റ് ബോട്ടിൽസോ ടിന്നോ എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്തുമാത്രം നമ്മൾ മീനാണോ എടുക്കുന്നത്, ഇപ്പോൾ 50 ഗ്രാം മീനിൻ്റെ വേസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 50 ഗ്രാം ശർക്കരയും എടുക്കണം. ഓക്കെ, അതായത് ഈക്വലായിട്ട് 1:1 അനുപാതത്തിൽ വേണം എടുക്കാൻ. 1% മീൻ എടുക്കുകയാണെങ്കിൽ, മീനിൻ്റെ വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1% ശർക്കരയും എടുക്കണം. ഓക്കെ, ഇത് രണ്ടും കൂടെ ടൈറ്റായിട്ട് നമുക്ക് ഈ ബോട്ടിലിട്ട് അടച്ചു വെച്ചതിന് ശേഷം നല്ലതുപോലെ ഷേക്ക് ചെയ്യണം. അതായത് നല്ലതുപോലെ കുലുക്കി നമ്മൾ യോജിപ്പിക്കണം. ഇങ്ങനെ നമ്മൾ ഒരു 25 ദിവസം മുതൽ 30 ദിവസത്തോളം ഇങ്ങനെ അടച്ചു വെച്ചേക്കണം. ഇടയ്ക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് സമയം ഉള്ളതുപോലെ എടുത്തൊന്ന് നല്ലതുപോലെ കുലുക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് പുഴു കയറുകയോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ല് വരുമോ, ഒന്നും കാണത്തില്ല. വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് കിട്ടാൻ പോകുന്നത്. ഇത് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ചെടികൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും പറ്റും. ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ലതുപോലെ നമ്മൾ കുലുക്കി ഇത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒരു സൂര്യപ്രകാശം ഒന്നും കിട്ടാത്ത നല്ല ഒരു ഇരുണ്ട പ്രദേശത്ത് കൊണ്ടുവെക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിഷ് അമിനോ ആസിഡ് ഫെർട്ടിലൈസറാണിത്. ഇത് ഞാൻ ഉണ്ടാക്കിയതിന് ഇപ്പോൾ ഒരു 2 മാസം ആകാറായി, ഉപയോഗിച്ച് തീരാറായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഒരു 6 മാസത്തോളം കേടുകൂടാതെ ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് ഓരോ സ്പൂൺ മതി ഒരു പ്രാവശ്യത്തെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്. അത് എന്തുമാത്രം ചെടികളുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് സംശയം കാണും എന്തുമാത്രം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു 3 ml എടുക്കുക 1 ലിറ്റർ വെള്ളത്തിന്. അത്രയും മതിയാകും നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ അനുപാതത്തിൽ തന്നെ നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒരേ സമയം ഫെർട്ടിലൈസറായിട്ടും അതേസമയം ഒരേ സമയം ഒരു കീടനാശിനിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ചില ജീവികൾക്ക് അല്ലെങ്കിൽ ചില ഇൻസെക്റ്റുകൾക്ക് ഈ മീനിൻ്റെ മണം ഒന്നും പിടിക്കത്തില്ല. അങ്ങനെയുള്ള ചെടികൾ ഈ മണം കേൾക്കുമ്പോഴേ അങ്ങ് പോയിക്കോളും. അതായത് ഈ ലേഡി ബഗ് അതുപോലുള്ള ചെറിയ ചെറിയ ജീവികൾ പെട്ടെന്ന് അങ്ങ് പോയിക്കോളും. ഇത് നമുക്ക് ഇതുപോലുള്ള പൂക്കുന്ന ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വളരെ നല്ലതാണ്. എസ്പെഷ്യലി റോസിന് ഞാൻ കണ്ടെടുത്തോളം ഇത് ഒരാഴ്ച സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച പുതിയ ബഡ്സ് വരികയും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് ഒരു ഫോട്ടോസിന്തസിസ് നല്ലതുപോലെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും ഈ ഫിഷ് അമിനോ ആസിഡ്. അതുമാത്രമല്ല നല്ല ലഷായിട്ടുള്ളൊരു ഗ്രോത്തിനും ഈ ഫിഷ് അമിനോസിഡ് വളരെ നല്ലതാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പുതിയ ബഡ്സ് വരാൻ ഇത് നല്ലതുപോലെ സഹായിക്കും.
കുറേ പേര് പറയാറുള്ളതാണ് ഓർക്കിഡ് പൂക്കുന്നില്ല, അതുപോലെ തന്നെ ആന്തൂറിയം പൂക്കുന്നില്ല എന്നൊക്കെ. ആന്തൂറിയത്തിനൊക്കെ ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണിത്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെ മൈക്രോ ഓർഗാനിസംസ് നല്ലതുപോലെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് നല്ല ആരോഗ്യവും നല്ലതുപോലെ വളമൊക്കെ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം മണ്ണിലെ സോയിൽ അല്ലെ മൈക്രോ ഓർഗാനിസം നല്ലതുപോലെ ഉണ്ടാകാനും ഇത് സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇത് പ്ലാന്റിൻ്റെ ഗ്രോത്ത്, ഓവറോൾ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വളം കൂടിയാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിന് 2 കാര്യങ്ങൾ മാത്രം മതി. ഒന്ന് നമ്മുടെ മീനിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ ശർക്കര പൊടിച്ചതും. ഇത് രണ്ടും ഈക്വൽ അനുപാതത്തിലെടുത്ത് അടച്ച് 30 ദിവസം, 25 മുതൽ 30 ദിവസം വെച്ച ശേഷം ധൈര്യമായിട്ട് ഉപയോഗിക്കും. നല്ല പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. ബൈ ബൈ.